ദേവലോകരഥവുമായി രണ്ട് കിടാങ്ങളെ കൈ പിടിച്ചിട്ട് ഞാൻ നടക്കുകയാണ് ഒരു പാടത്തോടെ. ഇത് മറ്റം വാഗ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് ഞങ്ങൾ വന്നോടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് ഒരു 5-10 പേര് ചേർന്നിട്ട് ഒരു കൃഷി കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുടുംബശ്രീ അല്ല, അപ്പോൾ അവർ സ്ഥലത്തേക്ക് വന്നു പോകുന്നത്. ഇതിൻ്റെ അപ്പുറത്തോടെ തൊട്ടപ്പുറത്തോടെ കേച്ചേരി പുഴയാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 100 മീറ്റർ ഉണ്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേച്ചേരി പുഴ. അപ്പോൾ ഇവർ ജിയോ ഓർഗാനിക് ഫാം എന്നാണ് പേര്. അപ്പോൾ ഇവർ കുറേ സ്ഥലമേ സ്വന്തമായിട്ട് ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ കുറേ സ്ഥലം പാട്ടത്തിനെടുത്തിട്ടുണ്ട് നെൽകൃഷി. അപ്പോൾ അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. മെയിനായിട്ട് ഇവർ ചെയ്യണത് നെൽകൃഷിയാണ്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് കഞ്ഞി വെക്കാറില്ലേ, രക്തശാലി അരി എന്നാണ് അതിന്റെ ശരിക്കും നമ്മൾ റെഡ് കഞ്ഞി എന്ന് പറയും. രക്തശാലി അരി എന്നാണ് ആ അരിയുടെ പേര്. പിന്നെ ഉമ എന്ന് പറയണ അരി സാധാരണ കുത്തരി, അത് തവിട് കളയാത്തത്. പിന്നെ ഫാം ഉണ്ട്, പശുക്കളുണ്ട്, മീനുണ്ട്, താറാവുണ്ട്, മുയലുണ്ട്. പിന്നെ കുറേ തരം മാവുകളുണ്ട്, പ്ലാവുകളുണ്ട്, കുറേ തരം കൃഷികളുണ്ട്. അങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ ഉൽപ്പന്നങ്ങളെന്ന് പറയാനായിട്ട് ഈ അരി പാക്കറ്റിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വെന്ത വെളിച്ചെണ്ണ ഇല്ലേ, നമ്മുടെ ഓർഗാനിക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കൂട്ടായ്മയിൽ നിന്ന് പരിചയപ്പെടുന്നതാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഈ അരിയും ഈ വെളിച്ചെണ്ണയും മാത്രം അല്ല, പിന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, പാലുണ്ട്, പശുക്കളുണ്ട്. അതെ, എല്ലാം കാണിച്ചു തരാം. പിന്നെ ഇവിടെ കൃഷി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃഷി ഒപ്പം ഇവരൊപ്പം നിന്നിട്ട് കൃഷി ചെയ്ത് പഠിക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ സംഭവങ്ങളുണ്ട്, എല്ലാം കാണിച്ചു തരാം. അതായത് നല്ല രസമാണ് ഇവിടെ. നമുക്ക് ഞങ്ങളാണെങ്കിൽ വന്ന ദിവസം എന്ന് പറയുന്നത് വെയിലധികം ഇല്ല, അതുകൊണ്ട് ഇവിടെ നടക്കാൻ നല്ല സുഖമുണ്ട്. നമ്മളെ ആകർഷിച്ചൊരു സാധനം ഇവിടെ പ്ലാവുമ്പോ ചക്കൻ്റെ ഇട്ടാ. ഈ ചക്ക ഒരെണ്ണം അങ്ങി ഉണ്ടോന്ന് നോക്കട്ടെ, പഴുത്തുണ്ടാ. ഇതേ നമ്മുടെ സുഹൃത്തിട്ടാ, ആളാണ് നമ്മളെ വിളിച്ചത്. അതിന്റെ ഒപ്പം ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ, ഇവിടെയുള്ളതല്ലേ നാടൻ. പിന്നെ ഒരു ഡാഷ് ഉണ്ട്. നോക്കിയടാ, 2 കുഞ്ഞു പട്ടിക്കുട്ടികള് ജോലി കിടന്നു. ഇവിടുത്തെ മെയിൻ കാവൽക്കാരാ ഇവർ 2 പേരില്ലേ. അയ്യോ, അപ്പൊ ഇതാണ് പീറ്റർ കേട്ടോ. അതിന് ആള് നമ്മളെ വിളിച്ചത്. ഇത് ഇവരെ ഇതിന്റെ സെക്രട്ടറിയാണ്, ജിയോ കൃഷിക്കൂട്ടത്തിന്റെ പേര് രജിതൻ. പ്രത്യേക പേരാണ്. ശരിക്കും നമ്മളെ വിളിച്ചത് ബുധനാഴ്ച വരാൻ വേണ്ടിട്ടാണ്. ബുധനാഴ്ചയാണ് നമ്മൾ ക്ഷണിച്ചത്. ഏപ്രിൽ 2 കോണ്ടാക്ട് ഉണ്ട്. കാരണം ആള് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാ. കൃഷിക്കാൻ നമ്മളും ചെയ്യണ കാരണം കൊണ്ട് അവര് നമ്മുടെ വീഡിയോ കാണാറുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറാണ്. അപ്പോ ബുധനാഴ്ച ഇവിടെ ഉദ്ഘാടനമായിരുന്നു. ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ മുരളി പെരുന്നെല്ലി MLA. അത് എന്തിന്റെ ഉദ്ഘാടനമായിരുന്നു? അത് നമ്മുടെ രക്തശാലി അരിയുടെയും വെന്ത വെളിച്ചെണ്ണ ഉദ്ഘാടനമായിരുന്നു. അതിന് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല. നമ്മള് പാലക്കാട് കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയതാണ്. അത് അത്രയും അടുപ്പുള്ള ഒരാളാണ്. അപ്പൊ അതിന് പോയി. അപ്പൊ ഞങ്ങള് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് വന്നില്ലെങ്കിൽ ഞങ്ങള് അടുത്ത് തന്നെ ഒരു ദിവസം നമുക്ക് ഒഴിവുള്ള ദിവസം എന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നല്ല മനോഹരമായിട്ട് ഇതൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, കല്ലൊക്കെ അല്ലല്ല. ഇത് കുറച്ച് കാലമായിട്ട് ചെയ്തിട്ടുള്ളതാ. നമ്മൾ ഈ ഒരു ഓപ്പൺ സ്റ്റേജ് എന്നുള്ള സങ്കല്പത്തില് കുറെ കൃഷിയുടെ ക്ലാസ്സുകൾ, ക്ലാസ് അല്ല, അതിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട ഒരു പരിപാടി ഉണ്ട്. എല്ലാവരും കൂടി വന്നിട്ട് അതൊക്കെ ഇവിടെ ചെയ്യാറ്. അത് ശരി, നല്ല മനോഹരം. പുറത്തുനിന്ന് ആൾക്കാർ വരും ഇവിടെ. അത് സമാന മനസ്കർ വരും. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആർക്കും വേണമെങ്കിൽ ഇവിടെ വരാം. അല്ലാതെ വെറുതെ വന്നിരിക്കുക പണിയെടുക്കുക. അതിനുള്ളൊരു ഓപ്പൺ സ്റ്റേജ്. നമ്മുടെ ഫംഗ്ഷനൊക്കെ നമുക്ക് ഇവിടെ നടത്താനും പറ്റും. വല്ല ബർത്ത്ഡേ പാർട്ടിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ. ബർത്ത്ഡേ പാർട്ടി ചെയ്യാറുണ്ട് ഓപ്പൺ സ്റ്റേജിൽ. പിന്നെ ഈ ഫോട്ടോഷൂട്ടുകൾ, ഈ രാഹുൽ രവി ഇല്ലേ ഇവിടുന്ന്, മൂപ്പരകളൊക്കെ ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട് ഫോട്ടോഷൂട്ട്. ഇത് പേൾ ഗ്രാസാ. പിന്നെ ഇതിന്റെ പേര് ഇപ്പൊ ഇതിപ്പോ നമ്മളിവിടെ ഈ വേലിമ കംപ്ലീറ്റ് ഇങ്ങനെ കുക്കുംബറൊക്കെ കയറ്റിയേക്ക. കുക്കുംബർ, അതുപോലെ തന്നെ കുമ്പളം, അതൊക്കെ ഇതൊക്കെ എടുത്ത് പൊട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് ഉപയോഗിക്കാം, ഒരു കെമിക്കലും ചെയ്യില്ല. ഇത് കുക്കുംബർ സ്നോ വൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ വേറെ ഗ്രീൻ ഉണ്ടായിരുന്നു, ഡാർക്ക് ഗ്രീൻ. പക്ഷെ അതിപ്പോ കഴിഞ്ഞു. അത് നമ്മുടെ പോളി ഹൗസിൽ ചെയ്തു. അത് ഡാർക്ക് ഗ്രീൻ. അത് ഇവിടെ എല്ലാതും ഉണ്ട്. ഇതുമൊക്കെ പടർത്തിണ്ട് നമ്മള്.
എല്ലാ ഒരു ഇതുമൊക്കെ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ അതുപോലെ ഇത് തുള്ളി തന്നെയാണല്ലേ main? ഇവിടെ ഡ്രിപ്പാണ് നമ്മുടെ മെയിൻ കാരണം. ഈ നമ്മുടെ നെട്ടിശ്ശേരിയില്ലേ നമ്മുടെ ജയിൻ്റെ മെയിൻ ഡീലറാളാണ് തൃശ്ശൂരിലത്തെ. മൂപ്പരാളെ കൊണ്ടാണ് നമ്മൾ ചെയ്തതാണ്. ഇതിപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ 15 കൊല്ലം മുമ്പേ ചെയ്തിട്ടുണ്ട്. അന്നിപ്പോൾ എല്ലാവരും പറഞ്ഞു പുഴയുള്ളതാണ്, നമുക്കത് വേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഇട്ടതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഈ ഞങ്ങളിവിടെ അനുവർത്തിക്കേണ്ട രീതി ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ്. അതായത് ഒരു ഏരിയയിൽ തന്നെ കണ്ടമാനം തരം വൃക്ഷങ്ങൾ വിളകൾ, കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, റാംബൂട്ടാനുണ്ട്, എല്ലാം. അതന്നെ. അല്ലാതെ ഒരു ഐറ്റം മാത്രമായിട്ടല്ല. മാവ് ഒരു 80 തരം മാവുണ്ട്. 80 തരം മാവുണ്ട്. മറയൂർ ചന്ദനുണ്ട്, റാംബൂട്ടാനുണ്ട്, അബിയുണ്ട്, മാംഗോസ്റ്റുണ്ട്. ഇനിയിപ്പോൾ കുന്തിരക്കാണ് നമുക്കിവിടെ വെച്ചിട്ട് ശരിയാവാത്തത്. കിട്ടിയിട്ടില്ല. അത് ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ കിട്ടുള്ളൂ അതിൻ്റെ തയ്യ്. അപ്പോൾ അവിടേക്ക് ഞങ്ങളെല്ലാവരും ടൂർ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണം ഒരു ദിവസം. ഞാൻ ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സന്ദർശനങ്ങളുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് തലക്കൊക്കെ നമ്മുടെ കൃഷിയുള്ള പോലെ തന്നെ വേറെ ഇടയ്ക്ക് നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എല്ലാവരും പോകും. പിന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. ചേട്ടന്മാരെല്ലാവരും ഇതിലുണ്ട്. ഒരു ജിയോ എന്ന് പറയുന്നത് ഒരു എൻ്റെ അപ്പച്ചൻ്റെ പേരാണ് ജിയോ ജോർജ് എന്ന്. ആള് അതിൻ്റെ 3 അക്ഷരം കൂട്ടി ചേർത്താണ് ജിയോ. അപ്പോൾ നമ്മുടെ ഈ കൃഷിക്കൂട്ടത്തിനും നമ്മൾ ഇവിടെയാണല്ലോ ചെയ്യണത്. അപ്പോൾ അത് കാരണം നമ്മൾ അതിന് ജിയോ എന്ന് പേരിട്ടു. അപ്പോൾ എല്ലാവർക്കും സമ്മതമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു തീരുമാനപ്രകാരമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേച്ചുറലായിട്ട് നമ്മളിവിടെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മഞ്ഞൾ കൃഷി ഇപ്പോൾ ഏപ്രിൽ മാസമാണ് ചെയ്ത് കഴിഞ്ഞതാ. പ്രതിഭ ചെയ്തിട്ട് ഇത് ചെയ്തേക്കണത് നമ്മൾ WDCP വെച്ചിട്ടേ ചാണകം ട്രീറ്റ് ചെയ്യും. ഉണക്ക ചാണകം ട്രീറ്റ് ചെയ്തിട്ട് ആ ചാണകവും പിന്നെ ഡോളമെറ്റ് PL അഗ്രോൻ്റെ ഇവരുടെ ഡോളമെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ബാസ്റ്റ്യൻ ചർമ്മൽ നമ്മുടെ ഫ്രണ്ടിന് എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. ഈ കൃഷിക്കൂട്ടത്തിൻ്റെ ഒരു അംഗം കൂടിയാണ് ബാസ്റ്റ്യൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചെയ്യുന്നത്. ചെറമലച്ചൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ചെയ്യുമ്പോൾ അവൻ്റെ കുറേ ഐഡിയകൾ ഇതിലുണ്ട്. ചെറമലച്ചൻ്റെ ഒരു ഉപദേശങ്ങളുണ്ട്. അതുപോലെ അമല ജൂലിയസ് അച്ഛൻ ഉണ്ട്. ആളെ കുറേ ഉപദേശങ്ങളുണ്ട് ഇതിൽ. അങ്ങനെ കുറേ പേരുണ്ട്. അതുപോലെ ഞങ്ങളെ കൃഷി ഓഫീസർ രാകേഷ് സാറ് വളരെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സാറ്, അതുപോലെ MLA മുരളേട്ടൻ ഒക്കെ നമ്മളതിൽ വളരെ ഭാഗവാക്കുകളാണ്. ഇതിലെല്ലാ പ്രവർത്തനത്തിലും മുന്നോട്ടുണ്ട്. ഇത് കൂട്ടായ്മയുടെ പേരിൽ നെല്ല് ഞങ്ങൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ ചെയ്തത് ഒരു 2 ഏക്കറിൽ നമ്മൾ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഏക്കറിൽ ചെയ്തു. പിന്നെ പാലക്കാട് ഞാൻ രക്തശാലി 2 ഏക്കർ ചെയ്തിട്ട് നമ്മുടെ കർഷകരത്ന രൂപേട്ടുണ്ട് മൂപ്പരാളുടെ ഷെയറായിട്ട് ഞാൻ അവിടെ 2 ഏക്കർ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രക്തശാലി അവിടെ ചെയ്ത് ആദ്യം ഇവിടെ രക്തശാലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടത്തേക്കാളും വിളവ് കൂടുതൽ അവിടെയാണ്. കാരണം ഇവിടെ അവിടെ ആൽക്കലൈൻ മണ്ണാണ്, ഇവിടെ ആസിഡിക്കാണ്. അപ്പോൾ pH കറക്റ്റ് ആക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തീരപ്രദേശത്ത് വളരെ ബുദ്ധിമുട്ടാണ്. pH കറക്റ്റ് ആക്കിയാൽ ആ നെല്ലിൻ്റെ വളർച്ചയ്ക്ക് ശരിയാവുള്ളൂ. പിന്നെ അതുപോലെ വെള്ളം കയറുന്ന ഇറക്കും അവിടെ അതങ്ങനത്തെ പ്രശ്നങ്ങളില്ലല്ലോ. ഇതൊക്കെ എത്ര കൊല്ലം പ്രായമായിട്ടുള്ളതാ? ഇതിപ്പോൾ ഒരു 12 അല്ല ഒരു റംബുട്ടാൻ ഇത് പൂക്കും. അത് എന്താണ് അവിടെ ഒരു സൈഡ് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പൂത്തുണ്ട് കണ്ടോ. അവിടെയൊക്കെ കായ ഉണ്ടായി നിൽക്കണുണ്ടോ? അതുമൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഒരു വട്ടം കഴിഞ്ഞു, കായ ഉണ്ടാക്കി പൊട്ടിച്ചു ഞങ്ങൾ. കണ്ടോ, ഇതൊരു താമരക്കുളം പോലെ നിർത്തിയുള്ളതാണ്. പക്ഷെ താമരകളായിട്ടില്ല. മീനൊക്കെ അവിടെ ഇതിൽ ഗൗര മീൻ ഇട്ടിരുന്നതാ. അവരെ നമ്മൾ അങ്ങോട്ട് മാറ്റി. ഇതിൻ്റെയൊക്കെ സൈഡുകളിൽ റംബൂട്ടാൻ നട്ടുണ്ട്. എന്താ പറയാ, പ്ലാവ്, മാവ്, ഊത്. ഇതൊക്കെ ഊതുണ്ടോ? ഊത് വലിയ ഊതുണ്ട്, ചെറിയ ഊതുണ്ട്. ഊത് മരം മറ്റേ അത്തറും ഊതെന്ന് പറഞ്ഞിട്ട് വഴിവെക്കല് വിൽക്കാൻ പോയില്ലേ? ഇത് ഊതും വെച്ചിട്ടുണ്ട്. നമ്മൾ മറയൂര് ചന്ദനം കൂടി വെച്ചിട്ടുണ്ട് ഒപ്പം. അത് ഈ ഊതിന്റെ വേരുകൾ ഇതിന് ഹോസ്റ്റിംഗ് ഏജന്റ് ആണ്. അത് ഈ ചന്ദനത്തിന്റെ പ്രത്യേകത, ചന്ദനത്തെ തനിയെ വെള്ളം വലിച്ചെടുക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ചെയ്യുന്നത്, ഈ തറഞ്ഞ സ്ഥലം അങ്ങനത്തെ ഇത് വേണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അവിടെ ഇപ്പൊ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് റംബൂട്ടാൻ. പൂ തുടങ്ങി. പിടിച്ചോ. ഇതിന് നമ്മൾ ഫുള്ള് എല്ലാ സമയത്തും 6 മാസം കൂടുമ്പോൾ നമ്മള് ഇത് N18 ഹോം ഗ്രൗണ്ട്. ഇത് മറ്റല്ലേ അത് കാലി വരണല്ലോ. കിരീടുള്ളത് കിങ്ങല്ല, ഞങ്ങളെ N18 പറ്റുള്ളൂ. ഹോം ഗ്രൗണ്ട് ആയിട്ട് മാത്രം ഇവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ആപ്പിൾ ബോയ് വെച്ചിട്ടുണ്ട്. അത് വീട്ടിൽ വെച്ചാണ്, ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇതിന് ഹൈലൈറ്റ്. കാരണം നമുക്കിവിടെ ചന്ദനം പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഊതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഇതിന് ഹോസ്റ്റിംഗ് ഏജന്റ് ഉണ്ടായാൽ മതി. ഇതിന് മറ്റേ ഊത് അല്ലേ? ഊത്. ഇത് ചെറുതൈകൾ, വലിയ തൈകളുണ്ട് ഇവിടെ. ഇതിന്റെ അലക്ക് മണം ഉണ്ടാവോ?
അതൊന്നുമില്ലേ, അതാ ഇവര് ചന്ദനം ഈ ഊത് കൃഷി നമുക്കിവിടെ സക്സസ് അല്ല. നമുക്ക് പിന്നെന്താ ഊത് അങ്ങനെ അന്ന് അത് കണ്ടപ്പോ യൂട്യൂബിൽ ഇത് കാണുമ്പോ നമ്മൾ ചെയ്യുമല്ലോ അതൊക്കെ. യൂട്യൂബുകാരുള്ളതൊക്കെ കൃഷി വലുതാക്കല അങ്ങനെയാണല്ലോ അല്ലെ. ആട് മാഞ്ചിയം തേക്ക്. അപ്പൊ അതിന്റെ ഇതൊക്കെ 30 രൂപയ്ക്ക് പോയി വാങ്ങിച്ചാട്ടാ. ഇത് നമ്മുടെ എടപ്പാളൊരു ഷംസുക്ക് ഉണ്ടായിരുന്നു, ആൾ പോയി ആവട്ടുള്ളു പോയി. ഒരു കാര്യമില്ല കേട്ടാ ഇതില്. അതിന്റെ പ്രത്യേകതയെ എന്റെ അഭിപ്രായത്തിൽ ഇതുവരെ അത് സക്സസ് ആയിട്ടില്ല നമ്മുടെ ഇനോക്കുലേഷൻ ചെയ്യില്ലേ, എന്നാലും അത് വിജയിക്കണുള്ളൂ. ഞാനില്ല, അത് വെട്ടിക്കളയണ്ടല്ലോ, നമുക്കത് ചന്ദനത്തിന് കൊടുക്കാമല്ലോ. അതിന്റെ പേര് എന്തായാലും നമ്മൾ പണിയെടുത്തു. ഇത് ഹൈബ്രിഡ് താമര. താമര ഹൈബ്രിഡ് താമര, അത് ഹൈബ്രിഡ്. അത് കളർ റോസ് കളർ വരാം. അതുപോലെ നമ്മൾ ഇതിൽ നാടൻ ചീരയുടെ വിത്ത് പ്ലാന്റിങ് ഉണ്ട്. ഇതാണ് ശരിക്കുള്ള നാടൻ ചീര. ഇതാണ് ഏറ്റവും ടേസ്റ്റുള്ള ചീര. ഇതിപ്പോ അതിന്റെ വിത്ത് മുള്ളൻചീര എത്ര ടേസ്റ്റ് ഉണ്ടാ? മുള്ളൻചീരിയാണ് ഒന്നാം സ്ഥാനത്ത്. അതെ, ഞാൻ കണ്ടിട്ടില്ല കേട്ടാ മുള്ളൻചീരി. അത് ഇല നുള്ളാൻ ഭയങ്കര അത് നിറയെ മുള്ളു കയറും, കയ്യിന്റെ പണി തീരും. ഇത് മാവും തേക്കിലും കുറെ ഉണ്ടല്ലോ. ഇതൊക്കെ ഇതൊന്ന് ഫ്രൂട്ട് ആക്കിയിട്ട് കൊടുക്കാനുള്ളതാണ്. അതുപോലെ ആപ്പിൾ തൈയാണത്. ഇത് ഇതൊക്കെ ആപ്പിളിന്റെ തയ്യാ. ഇതൊക്കെ നമ്മൾ ഫ്രൂട്ട് ആക്കിയിട്ട് കൊടുക്കും. ആപ്പിൾ നഴ്സറി പോലെ, നഴ്സറി തന്നെ. അതായത് ചെറുതായിട്ട് നമ്മൾ എക്സോട്ടിക് ആയുള്ള പ്ലാന്റുകൾ അങ്ങനെയുള്ള ഒരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ ഉണ്ടാവും ആപ്പിള്. ഉണ്ടാവും എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. ഞാനിത് നെവിൻ പെപ്പൻ ഫാം മണ്ണത്തിന്ന് വാങ്ങിച്ചതാണ്. ഡ്രിപ്പ് ഇറിഗേഷനും ഉണ്ട്, ഫോഗും ഉണ്ട്. 2 ടൈപ്പും കൊടുക്കുന്നുണ്ട് ഇവിടെ. ഇതിന് ഫോഗ് വേണം. ഫോഗ് ഉണ്ടായാലും ആ മഞ്ഞ് നിൽക്കുള്ളൂ ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഫോഗ് കൊടുത്തേക്കണത്. റെയിൻ ഫോഗറാണിത്. അത് ഓണാക്കണം ഒന്ന്. അപ്പൊ ഇങ്ങനത്തെ രീതി നമുക്കും നമ്മുടെ വീട്ടിലും പച്ചക്കറികൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൂളിംഗ് ആവും, അന്തരീക്ഷം തന്നെ കൂളിംഗ് ആവും. അതന്നെ എല്ലാ പച്ചക്കറികൾക്കും പറ്റില്ലടാ, പക്ഷെ കൊറേ എണ്ണത്തിനൊക്കെ പറ്റും. ഇതൊക്കെ പച്ചക്കറി, അതൊക്കെ നമ്മൾ പാടത്തെ പച്ചക്കറി ഉണ്ട്. നമ്മുടെ വേലിയമ കംപ്ലീറ്റ്. ഇവിടെ കുക്കുംബർ. അജേട്ടാ ഒന്ന് പിടിച്ചേ, അജിത്തേട്ടാ ഒന്ന് പിടിച്ചേ, മേഡം ഒന്ന് പിടിക്കേ, ഒന്ന് പൊട്ടിക്കേ മേഡം. വലിയൊരു കുക്കുംബർ, ഇഷ്ടം പോലെ കുക്കുംബർ ഉണ്ടാവണ്ടല്ലേ, വെറുതെ നട്ടുപോയാൽ മതി തോന്നുന്നു. ഇവിടെ നിറയെ, ഇവിടെ അതിർത്തികളിൽ നിറയെ ഫാഷൻ ഫ്രൂട്ട് വരുത്തുണ്ട്. പിന്നെ ഈ കുക്കുംബർ, പൊന്നാങ്കണ്ണി ചീര, കുറെ സാധനങ്ങളുണ്ട് കേട്ടാ. ഇവിടെ എല്ലാത്തിന്റെ ഇടയിലും ഈ മറ്റേ ചന്ദനം നട്ടു വളർത്തിയിട്ടുണ്ട് ഒക്കെ. അപ്പൊ ശരിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ഇപ്പൊ എനിക്കിപ്പോ കൃഷിയോട് താല്പര്യമുണ്ട്. ഒരു ദിവസം വന്ന് നിൽക്കണമെങ്കിൽ കാശൊക്കെ വാങ്ങിക്കൂ. നമ്മൾ ചെറിയൊരു പൈസ ഇട്ടാക്കണ്ടതല്ലേ. കാരണം നമുക്കിവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് സ്വന്തമായിട്ട് വെക്കണമെങ്കിൽ ഫുഡ് സ്വന്തമായിട്ട് വെക്കാം. അതിനുള്ള പ്രവൃത്തി ഉണ്ട്, അതിന് സൗകര്യങ്ങളുണ്ട്. ഒരു വീടുണ്ട്, ഒരു ഹട്ടുണ്ട് താമസിക്കാനുള്ളൊരു ഹട്ടുണ്ട്. പിന്നെ ഇത് പ്ലാവ ചക്ക നല്ല വിയറ്റ്നാം മെർലി. അത് ആയിട്ടില്ല, ഒന്നുകൂടി വലുതാവണം. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് നീളല്ലേ. ഇതിൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ചെറിയ ചക്കയുണ്ട്, ഒന്ന് വലുതുണ്ട്. ഇത് പകത്തിരിഞ്ഞ് വന്നുള്ളതാണ് ഇതിൽ. അപ്പോൾ നമ്മളെ ഈ വിത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നു കേട്ടോ. ഇതിനടിയിൽ കംപ്ലീറ്റ് നമ്മുടെ കൃഷിയിടത്തിലുണ്ടായ മഞ്ഞൾ പ്രതിഭ. ആ വിത്ത് വീണ്ടും ബാക്കിൽ നടാണ്ട് ബാക്കി നല്ല മഞ്ഞവും പ്രതിഭയുടെ പ്രത്യേകത. നമ്മൾ മഞ്ഞൾപ്പൊടി സെയിലുണ്ടായിരുന്നു. 500 രൂപ വെച്ചിട്ട് നമ്മൾ സെയിലുണ്ടായിരുന്നു. വലിയ ജൈന്റ് ഗൗരമി ഉണ്ട്. അതുപോലെ തന്നെ അതില് ഹൈബ്രിഡ് പിലാപ്പിയ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് അല്ല, അത് നൈൽ പിലാപ്പിയ. ജൈന്റ് ഗൗരാമി നമുക്ക് കാണാൻ പറ്റും. നോക്കാട്ടാ, ഇതിനിപ്പോ ഒരു 7000-6000 രൂപ വിലയുണ്ട്. ഇത് 8 കിലോ 9 കിലോന്റെ. അത് കുട്ടികൾ, ഇത് പിലാപ്പിയുടെ നെയിൽ പിലാപ്പിയുടെ കുട്ടികളാണ്. അതൊരു മെയിലും ഒരു ഫീമെയിലും. അതാണ് മെയിലിന്റെ. ഫീമെയിലിനും ഉണ്ട് മുഴ, പക്ഷെ അത് ഇത്ര വലുപ്പം വരില്ല. ചെമ്മീന്റെ മുള വലുതായി വരുന്നത്. അത് വരാലിന്റെ തീറ്റാണ് ഇത് കൊടുക്കണത്. ഇതിന് വരാലിന്റെ തീറ്റ, വരാലിന് കൊടുക്കണ 110 രൂപയുടെ തീറ്റയില്ലേ, എന്നാലും ബ്രീഡാവുള്ളത്, അല്ലെങ്കിൽ ബ്രീഡാവില്ല. സൗണ്ട് പോയപ്പോ തന്നെ ഒരു
അതിന്റെ അറിയുന്നല്ലേ വായ അതന്നെ വായ അങ്ങനെ പൊന്തിക്കുന്നത്. ആ മുള വലുതായി വരും. 15 കിലോ വരെ വെയിറ്റ് വരും ഇത്. 10 കൂടുതൽ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പൊ ഒരു 3ാമത്തെ കൊല്ലായി. കൂട്ടാൻ വെക്കുന്നവരുണ്ടെന്ന്. ഭക്ഷണം ആയിട്ട് ഉപയോഗിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് ഈ ടൈപ്പ് ഇതിന് ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഭക്ഷണത്തിനായിട്ട് കൂടുതൽ ഉപയോഗിക്കും. പക്ഷെ ഇത് അതിന് ഉപയോഗിക്കുന്നതല്ല. ഇത് അലങ്കാര മത്സ്യമാണ്. ഇത് അത്രയും കോസ്റ്റ്ലി ഇതല്ലേ. 10,000-6,000 രൂപയുടെ മീൻ വാങ്ങിച്ചിട്ട് ആരും കൂട്ടാൻ വെക്കില്ല. പിന്നെ ഇതില് പിലാപ്പിയ മാത്രം. ഇതില് ഇത് തന്നെ ബ്രീഡാവും. ഗൗരാമിക്ക് നേച്ചുറൽ പോണ്ടിങ്ങാണ് വേണ്ടത്. ഇത് നേച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഇതില് പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട് പടുത്തിന്. നേച്ചുറൽ പോണ്ടിങ് അങ്ങനെ വളരെ പെട്ടെന്നാവും ബ്രീഡിങ്. ഇവിടെ അല്ല ഇതില് പിലാപ്പി ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് ഒരു ട്രീ ഹൗസ് പോലെ പണിതിട്ടുണ്ട്. അതായത് ഒരു ഹട്ട് ഇതിന്റെ നല്ല ഭംഗിയുള്ളൊരു സാധനം പണിത് കൊടുത്തത്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി നോക്കി ആദ്യം തന്നെ. സരിതണ്ട് കയറി. ഇത് ഒരു ട്രീ ഹൗസ് പോലെയാണിത്. ഒരു 10-350 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ലേ മൊത്തം? ഒരു 200 250 സ്ക്വയർ ഫീറ്റ് ഉറപ്പിക്കാം നമുക്ക്. 300. അപ്പൊ 300 അതെ 300 ആക്കിക്കോ. നമ്മള് ജോലി ചെയ്യണതിന്റെ ഒപ്പം എല്ലാവർക്കും വന്നിട്ട് വിശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് വല്ല പാട്ട് കേൾക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് കാറ്റുള്ളും ചെയ്യാം. പിന്നെ മീനുകളൊക്കെ കാണാം. വരാലൊക്കെ ഉണ്ട് ഇതില്. വരാലുണ്ട്, പിലാപ്പിയകളുണ്ട്, കുറെ നാടൻ ഇതുണ്ട്, വാള. റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം നമുക്ക് ട്രീ ഹൗസ് ഇതുപോലെ പണിയിപ്പിക്കും. ചെയ്തോ, ഞാൻ ആളുടെ നമ്പറും കാര്യങ്ങളും തരാം. നല്ല രസം ഇട്ടത് കാണാൻ. സൈഡ് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രസം. ഫുൾ ഓപ്പൺ ആക്കട്ടാ ഗ്ലാസ്സുകള്. ഇത് സ്ലൈഡിങ് ഗ്ലാസ്. അതൊക്കെ ഈ സൈഡ് കൊടുത്തിട്ടില്ല സ്ലൈഡിങ്. ഇത് നമ്മുടെ 2 പോർഷൻ സ്ലൈഡിങ് കൊടുത്തേക്കാം. നല്ല കാറ്റ്. നല്ല കാറ്റ്. അവിടെ നിന്ന് നല്ല പാടത്ത് നല്ല കാറ്റടിച്ച് കയറും. ഇതിപ്പോ മുകളില് ഓടാണ് മേഞ്ഞ നോക്കുന്നത്. അടിയില് ബോർഡാണ് ഇട്ടോണ്ട് അടിയില്. പിന്നെ ഇവിടെ ഒരു വാതിൽ വെച്ചിട്ടുണ്ട് വേറെ. നമ്മളപ്പുറത്തേക്ക് ഫാമിലിക്ക് പോകാൻ വേണ്ടിട്ട്. അവിടെയാണ് നോക്കിയ ഫാം, പശുക്കളുടെ ഫാം ഇട്ടാ. അപ്പൊ ഇതിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കാണ് കേട്ടാ. ഇത് മൊത്തം എത്ര പശുക്കളുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പൊ പശുക്കള് വലിയ പശുക്കൾ 20 ഉണ്ടാവും. പിന്നെ കുട്ടികൾ ചെറിയ കുട്ടികളൊട്ട് ചെറിയ കുട്ടികൾ ഒരു 7-8 ഉണ്ട്. പിന്നെ ഇതൊരു 5 ഉണ്ട്. ഒരു മീഡിയം സൈസ് കുട്ടികളെ ഏറ്റവും ചെറിയ കുട്ടികൾ ഇതാണ്. ഫുൾ ടൈം മാറ്റാണ് ഇത്. കുട്ടികൾക്ക് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കാം. ഒന്ന് ഒരു മീഡിയം സൈസ് കുട്ടികൾക്ക് ആദ്യം നമ്മുടെ ഫ്ലഡ് വന്നില്ലേ, ആ സമയത്ത് അവിടെയായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഫ്ലഡ് വന്നപ്പോ അവരുടെ കാലില് കുറച്ചു നേരം വെള്ളം നിന്നു 2 ദിവസം. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടിട്ട് അതിലിപ്പോഴും കെട്ടാറില്ലേ? അതിൽ കുട്ടികളെ കിട്ടും. ഇതിന്ന് കിട്ടില്ല. ഇതിൽ ഇപ്പൊ 26 കപ്പാസിറ്റി ഉണ്ട് വലിയ പശുക്കൾ. പക്ഷെ ഇപ്പൊ നമ്മൾ 20 മെയിൻറ്റെയിൻ ചെയ്യണത്. പാട്ട് വെച്ച് കൊടുക്കണില്ലേ? പാട്ടുണ്ട്. പേരും അതിന്റെ പെല്ലറ്റ് എത്ര വേണ്ടതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് 2 കിലോന്റെ ഇത് ഇപ്പൊ 4 കിലോ കൊടുക്കണം. ഇതിന് 2 ഉള്ളോ. ഇത് ഡെലിവറിയാണ്. ഡെലിവറി ആവാൻ പോകണം. 3 ദിവസം കഴിഞ്ഞാൽ ഡെലിവറി ആവും. ഇവര് നമ്മുടെ ഒപ്പം തന്നെ നടക്കണം. എന്താണ് ഇവിടെ നടക്കണമെന്നൊരു പിടുത്തില്ല. ഇതൊക്കെ ചിന്താമണി പശുക്കളാട്ടാ. ചിന്താമണി 1, 2, 3, 4. അതാകുമ്പോ ഹൈബ്രിഡ് ക്വാളിറ്റി ആവും അവരൊക്കെ. ഇവരെ പ്രത്യേകത പാല് കൂടുതലുണ്ട്. 20-25 വരെ കിട്ടും. അതുപോലെ കൊഴുപ്പും കൂടുതലും. അത് നാഷണൽ ഡയറി ബോർഡിന്റെ ആദ്യത്തെ സെമൻ കുത്തിവെക്കണ സ്ഥലമായിരുന്നു ബാംഗ്ലൂര്. ചിന്താമണി എന്ന സ്ഥലം ബാംഗ്ലൂരാണ്. അപ്പൊ അവിടെ നിന്നുള്ള പശുക്കൾക്കാണ് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ പാലുൽപാദനം നമുക്ക് അവർ പറയണത് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഒരു 2 മാസമായിട്ടാണ് ചിന്താമണി വെച്ച് തുടങ്ങിയത്. അതിനുമ്പോൾ നമ്മളെ ജേഴ്സികൾ തന്നെയായിരുന്നു. ഒരു ലക്ഷം വന്നിട്ടുണ്ട് ഇതിനൊക്കെ. അതിനായിട്ടില്ല. ഇതൊക്കെ ഹൈബ്രിഡ് ആണ്. ഇത് ചിന്താമണി 1, 2. ഇത് നമ്മുടെ ലോക്കലായിട്ട് എടുത്താട്ടത്. ഇത് 1, 2 ഈ 3 ചിന്താമണി പശുക്കൾ. പാല് സൊസൈറ്റിക്കാർ ഇവിടെ വന്നിട്ട് എടുത്തുകൊണ്ട് കളക്ട് ചെയ്യും. അവര് 53 രൂപ നമുക്കിവിടെ റേറ്റ് തരുന്നുണ്ട്. ഇവിടെ റീറ്റെയിൽ സെയിൽ ഇല്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരു 5 ലിറ്റർ എടുക്കാന്നല്ലാതെ റീറ്റെയിൽ സെയിൽ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ എടുക്കാന്നല്ലാതെ പരിചിതേട്ടം കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ട് എടുക്കണത്. അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുല്ല് ഉച്ച തിരിഞ്ഞിട്ട് ഒരു 5 വെച്ചിട്ട് അഴിച്ചിടും. നമ്മുടെ പ്ലോട്ടിൽ തിരിച്ചിട്ടേക്കാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് അഴിച്ചിടും. പുല്ലും വൈക്കോലാണ്. പുൽകൃഷി ഉണ്ടായിരുന്നു. പക്ഷെ ആ വെള്ളപ്പൊക്കം വന്നപ്പോ കണ്ടമാനം പുല്ല് നശിച്ചു പോയി. അപ്പൊ നമ്മൾ മെയിനായിട്ട് വൈക്കോല് പിന്നെ സമൃദ്ധിന് നമ്മൾ മെയിനായിട്ട് തമിഴ്നാട് വൈക്കോലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്.
കാരണം അതിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലാണ്. തമിഴ്നാട് വൈക്കോലിന്റെ പ്രത്യേകം. പിന്നെ അത് മാത്രമല്ല നല്ല നീളമുള്ള വൈക്കോലാണ്. ഇവിടുത്തെ വൈക്കോലിന്റെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച വൈക്കോൽ കൊടുക്കും, രക്തശാലിയുടെയും ഇതിൻ്റെയൊക്കെ വൈക്കോൽ കൊടുക്കും. കൂടുതൽ നമ്മൾ തമിഴ്നാട് വൈക്കോലാണ് പ്രിഫർ ചെയ്യണത്. കാരണം നമുക്ക് ആവശ്യത്തിന് അത് കിട്ടും, അവൈലബിൾ ആണ്. വില കൂടുതലുണ്ട് തരി, പക്ഷെ ഇവര് നന്നായി കഴിക്കും. ഇവര് നല്ല കണ്ട സ്വർണ്ണ കളറാവും ഈ കെട്ട്. നമ്മുടെ നാടാവട്ടെ ഇരിക്കുന്നുണ്ട്. അല്ല ഇതിന്റെ ഒക്കെ പ്രശ്നം സൈസ് കുറവാ. അവിടെ തന്നെയല്ലേ അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത അത്. ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് കൃഷി വിജയിക്കണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ബേസിക്കുള്ള കാരണം അവിടെ മഴ കുറവ്. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണിലെ ആൽക്കൈലിൻ അംശം, അത് pH കറക്റ്റാണ്. അവിടെ 7.5 6.5 എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെ കുമ്മായ ഇടണം, അല്ലെങ്കിൽ ഡോളമെറ്റ് ഇടണം. എന്നിട്ട് നമ്മളിവിടെ ചെയ്യണത് കുമ്മായം ഡോളമെറ്റ് 6 മാസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. കുമ്മായം ഉപയോഗിക്കും, അതിൻ്റെ ഒപ്പം തന്നെ ഡോളമെറ്റ് ഉപയോഗിക്കും. കുമ്മായം ഉപയോഗിക്കുന്നത് നമ്മൾ മെയിനായിട്ട് രോഗം വരാതിരിക്കാനാണ്. പക്ഷെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡോളമെറ്റാണ്. ഡോളമെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് മഗ്നീഷ്യം കൂടി അതിൽ ആഡാണ്. അപ്പം അത് നമ്മൾ പച്ചപ്പ് കൊടുക്കും നന്നായിട്ട്. അതുപോലെ തന്നെ ചാണകപ്പൊടി, സ്ലറി, ചാണകപ്പൊടി അതേ കൊടുക്കും. നമ്മളിപ്പോൾ 6 കൊട്ട ഉണ്ടാവും, ടയർ കൊട്ട അതുപോലത്തെ ശരിക്കും നിറച്ച് ഇങ്ങനെ മൂട്ടിയിട്ട് പെല്ലറ്റിന്റെ ചാക്ക് വരുന്നതില് ഇത് 250 രൂപ. ചാണകപ്പൊടിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചാണകപ്പൊടിയുടെ നമ്മുടെ അവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ചാണകപ്പൊടിയുടെ പ്രത്യേകത ഇത് WDC എന്നൊരു സംഭവമുണ്ട്, വേസ്റ്റ് ഡീപ്പ് കമ്പോസർ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചാണകപ്പൊടി കൊടുക്കുന്നത്. അപ്പോൾ രോഗങ്ങളൊക്കെ കുറയും. നമ്മളിപ്പോൾ ആ സംഭവത്തിനൊന്നും കാര്യമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ നമ്മൾ ട്രീറ്റ് ചെയ്തുള്ള ചാണകപ്പൊടിയും അതുപോലെ തന്നെ ഡോളമെറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ കുക്കുംബറൊക്കെ മഞ്ഞളൊക്കെ തന്നെ കൊടുത്തണം. വേറൊരു സാധനം ചേർക്കില്ല അതിൽ. ഇത് നമ്മൾ എല്ലാ ദിവസവും ഓരോ ബക്കറ്റ് ഈ ചാലിയൊക്കെ അതിലേക്ക് പോവും. നമ്മുടെ സ്ലറി ടാങ്കാണ്. ഈ സ്ലറി ടാങ്കിൽ നിന്ന് നമ്മൾ ഈ ഇവിടുന്ന് കണക്ഷൻ കൊടുത്തേക്കാം. 2 ഭാഗത്തേക്ക് അടിക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ചാണകം ഉണക്കാണിലേക്ക് അടിക്കുന്നത്. മറ്റേത് നമ്മുടെ 2 ഭാഗത്തേക്കും പോവും. ഇത് ബാക്കിലേക്ക് പോവും, നമ്മുടെ പറമ്പിലേക്ക് നരച്ച് അവിടെ അതുവഴി ഇങ്ങോട്ട് എത്തും. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 1500, ഇതിപ്പോ 5000 ലിറ്ററൊക്കെ ഉണ്ടാവും ടാങ്ക്. കാരണം ഇത്ര പശുവിന്റെ ചാണകം നമുക്ക് മാറ്റി ഇടും. അത് ഉണക്കാട്ടാക്കണം. ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ടാണ്. അത് ഒരു 80% തണലത്തിന് ഉണങ്ങാം. ചില സമയത്ത് ഈ സൈഡില് പപ്പകളൊക്കെ അതൊക്കെ വിയറ്റ്നാമിൽ. പച്ചക്കറികൾ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ തന്നെ വാങ്ങിക്കാനുള്ളൂ. പിന്നെ ഇപ്പൊ ലാർജ് സ്കെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ കാട്ടുപന്നി വന്നിട്ട് വലിയ പ്രശ്നമുണ്ട്. പന്നിയുടെ ശല്യ ഇതിൽ മുഴുവൻ ഇതിലെ കംപ്ലീറ്റ് പിലാപ്പിയാ. അത് സാധാരണ പിലാപ്പിയ നല്ല രസമായിട്ട് അത് കാണാനായിട്ട്. ഇത് വിയറ്റ്നാമിൽ തന്നെ കേട്ടതും. ഇതധികം വലിപ്പം വരാത്ത വിയറ്റ്നാമില്ല. ഈ ബാംഗ്ലൂർ പേര ഭയങ്കര ടേസ്റ്റ്. അത് കഴിക്കാം. കഴിച്ചു കയറണം. തീരെ കുരു ഭയങ്കര കുറവാകും. പഴുത്ത് കിടണം. പഴുത്ത് പറഞ്ഞാൽ ഇവിടെ വന്നാലേ പൊട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വാ അപ്പൊ നമുക്ക് കഴിക്കാം. ഇവിടെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെ ആകർഷിച്ചത് അവിടെ ഒരു പുഴ. നമുക്ക് ഈ പണിയെടുക്കും, ഈ ജോലി ചെയ്ത് അല്ല ഇതിലെന്തെങ്കിലും പണികൾ എടുത്താൽ ക്ഷീണം വന്നാൽ അതിൽ പോയിട്ട് കുളിക്കാം. പക്ഷെ ഇതുകൂടെ ഇറങ്ങാം. ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളുടെ ഇറങ്ങി പോവും. അത് കയറ് കെട്ടിടും കേട്ടോ. ഈ കയറില്ലേ, ഈ കയറ് അങ്ങോട്ട് കെട്ടിടും. എന്നിട്ട് ഇറങ്ങി പോവും. നമ്മുടെ പരിപാടി എല്ലാ വെള്ളത്തിൽ എന്നിട്ട് ഇറങ്ങാം. അത്യാവശ്യം ആളുണ്ട്. ഒരു 5 ആള് താഴ്ച. പക്ഷെ ഇവിടെ നിന്നിട്ടാ. പക്ഷെ താഴേക്കിപ്പോ ഒരു 3 ആള് 2 ആളൊക്കെ താഴ്ച ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ വളവായി കുഴി കൂടുതല. അത് പുഴ ഇങ്ങനെ വളഞ്ഞു വരാണല്ലോ. വളഞ്ഞു വരുമ്പോ വളവിലാണ് താഴ്ച കൂടുതൽ. അപ്പൊ നമ്മള് പുഴയുടെ തീരത്തോടെ അവിടെ ഒരു ഹൈ ഡെൻസിറ്റി ഫാമിങ്. ഇത് നമ്മള് രാത്രി ഒരു 4 മണിയാകുമ്പോ നമ്മളെ പശുക്കളെ മേയ്ക്കാൻ വിടും. ഇതിലേക്ക് വിട്ടിട്ടുള്ള ഇത് പറഞ്ഞു കേൾക്കുമ്പോഴേ നമ്മുടെ മറ്റേ മണൽക്കാടില് ഇതിൽ പറയില്ലേ പശുക്കളെ മേയ്ക്ക തന്നെ ഇതിലിറങ്ങാം. അപ്പൊ പുഴ തീരത്ത് തന്നെയാണ്. പുഴ തീരത്ത് തന്നെ അതൊക്കെ പാമ്പുണ്ടോ ഇവിടെ? പാമ്പൊന്നുണ്ടല്ലോ. പാമ്പൊക്കെ നമ്മുടെ നമ്മളവര് എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ നമ്മളെ കടിക്കുള്ളൂ. ഷൂടാ പിന്നെ ഗംബൂട്ടിടാ. ഇതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് ഗംബൂട്ടിട്ട് ഇറങ്ങാട്ടാ. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടില്ലേ, ഭയങ്കര കട്ട കുത്തിയിട്ടാണ് എല്ലാ സാധനങ്ങളും നട്ടോണത്. അടുപ്പിച്ച് അതിന് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് കാട്ടിലുള്ള പോലെ പലവിധ ഇതില് കൊടംപുളി ഉണ്ട്, ഇതില് ജാതി ഉണ്ട്, കവുങ്ങുണ്ട്,
പിന്നെ കരിയാമ്പുണ്ട്. അല്ലാണ്ട് ഇതിന്റെ ഉള്ളില് ഒരു തുണ്ട് ചൂടുണ്ടാവില്ല. ചൂടൊരുക്കില്ല, ആയ് ഇത്രയും ചൂട് പുറത്തുണ്ടാ. നമുക്കിവിടെ കാണുമ്പോ എല്ലാതുണ്ടാ 36 ഡിഗ്രിയാണ് പുറത്ത് ചൂട് കേട്ടാ. 37 ഡിഗ്രിയാണ് ചൂട്. ഇവിടെ നോക്കിയ ചൂടില്ലേ ഒന്ന്. അതിന് ഈ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് പുഴയുടെ സാമീപ്യമുള്ളതും ഒരു തന്നെയാണ്. പുഴയുടെ ഫാമിംഗ് അത് ശരിക്കും ഇതിൽ ഹ്യൂമിഡിറ്റി കൂട്ടാ ചെയ്യാം. അതായത് വെള്ളം ഇവാപ്പറേറ്റ് ആയിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കും. അതെ, അങ്ങനെയാണ് അതിന്റെ ഇതാണ് നിങ്ങളുടെ പൈപ്പ്. പൈപ്പ് ഇങ്ങനെ വന്നോണ്ടിരിക്കും എല്ലാ ഭാഗത്തേക്ക്. ഇപ്പൊ ഇവിടേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഡ്രിപ്പ് ഇവിടെ പോവും. ഇത് സ്ലാറി വേണ്ട, സ്ലാറി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അതന്നെ ഈ WDC ഉപയോഗിച്ചുള്ള സ്ലാറി ഇങ്ങനെ വരും. ഇതിങ്ങനെ മാറ്റി മാറ്റിയിടും ഓരോ ഭാഗത്തേക്കും. അത് അവിടെ പടരും. എപ്പോഴും ഇതിപ്പോ ഒരാഴ്ച വിട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആദ്യം ഒരു കൃഷിയിടത്തിൽ ആദ്യം ചെന്ന് ഡ്രിപ്പാണ് ചെയ്യേണ്ടത്. എത്ര വെള്ള ലഭ്യതയുള്ള സ്ഥലമാണെങ്കിലും ഡ്രിപ്പ് ചെയ്യാം. അപ്പോൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ചെന്ന് വെച്ചാൽ അവിടെ ആ വെള്ളത്തിന്റെ ദുരുപയോഗം നിർക്കും. അത് ആവശ്യത്തിന് ചെടികളുടെ കടക്കിലേക്ക് എത്തും. അതാണ് അതിന്റെ പ്രത്യേകത. എനിക്ക് മനസ്സിലായിട്ടാ. അങ്ങനെയാണ് ഈ ഹൈ ഡെൻസിറ്റി ഇവിടെ ഫാമിങ് ശരി ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഒരു വ്യത്യാസം. ഇത് മല്ലിക കേട്ടോ, മല്ലിക. അതൊരു 1 കിലോ വരെ മാങ്ങയുടെ വലിപ്പം വരും. അത് മല്ലിക എന്ന് പറഞ്ഞ മാവ് ഞാൻ പറയാൻ ചോദിക്കാം. മല്ലിക മല്ലിക എനിക്ക് ഇഷ്ടം പോലെ മാങ്ങിന്റെ. ഇതെന്തോരം പ്രായം മാവിന്? ഇതിനിപ്പോ ഒരു 7 കൊല്ലം ഉണ്ടാവും. 7ാമത്തെ കൊല്ലാണ് ഇപ്പൊ. നല്ല ടേസ്റ്റിലെ മാങ്ങില്ല. ഭയങ്കര വലിപ്പം വരും. ഇത് വലുതാവണം. അത് ഉള്ളിലേക്ക് പഴുപ്പത്തിറങ്ങാൻ സമയം കുറെ പിടിക്കും. ഒരു 3 മാസം ആയാലാണ് അത് അതിന്റെ വലിപ്പത്ത. അതുവരെ എങ്ങനെ നിൽക്കും. മല്ലിക എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് മല്ലിക. നല്ല കനള്ള. ഇത് ഇന്റർമംഗള നല്ല വലിപ്പമുള്ള അടയ്ക്കാണല്ലേ. ഇതില് കണ്ട, ഇത് നിരപ്പെല്ലാം ഉണ്ടോ, ജാതിയുടെ പ്രത്യേകത ഉണ്ട്. കൊല്ലായിട്ടൊക്കെ ഹക്കിയതാണ്. ഇതിപ്പോ 6ാമത്തെ കൊല്ലം. ഇതന്നെ ഇപ്പൊ എത്ര ഏരിയ ഉണ്ട്? ഒരു 50 സെന്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഏത് പശു ഫാം, അവർക്ക് മേയാള സ്ഥലം. ബാക്കി കംപ്ലീറ്റ് നമ്മള് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് തന്നെ ചെയ്താണ്. കേടും കുറെ, ഒരു കേടും വരില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഒക്കെ നിക്കണുണ്ടാവും. വാഴക്കൊല ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളിവിടെ തന്നെ ഒരു 6 മാസം കൂടുമ്പോൾ ഇതിന് ബയോ പൊട്ടാഷ് കൊടുക്കും. പിന്നെ പൊട്ടാഷും കൊടുക്കും. കിട്ടാല്ല ബയോ പൊട്ടാഷ് കിട്ടാനില്ലെങ്കിൽ സാധാരണ പൊട്ടാഷ് കൊടുക്കും. പൊട്ടാഷ് മാത്രമേ നമ്മൾ അഡീഷണൽ വാങ്ങിക്കുള്ളൂ. കാരണം ചാണകത്തിൽ അതിന്റെ പൊട്ടാഷിന്റെ അളവ് കുറവാണ്. കാരണം ചാരത്തിൽ. പക്ഷെ ബയോ പൊട്ടാഷില് ഒരു മോളാസിസ് രീതിയിൽ വരേണ്ടത്. പിന്നെ അത് നമ്മുടെ അല്ല കേട്ടോ. അത് നമ്മുടെ ഒരു ബാലചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ ആണ്. കൊക്കുകളുണ്ടല്ലോ, കൊക്കുകൾക്ക് പിന്നെ ആരും വളർത്തണ്ടല്ലോ, തന്നെ ഉണ്ടാവും. ചാലുപൂണ്ട് അതിർത്തി കംപ്ലീറ്റ് ഇങ്ങനെ ചാലുപൂണ്ട്. കൊക്കുകളുണ്ടാ നിറയെ. ആ ഏരിയ അത് മറ്റം കുന്ന്, പോത്തമാഷ കുന്ന് പറയുന്നത്. ഇതിപ്പോ ഈ ചേട്ടന് ഈ കൃഷിയിലേക്ക് ചെറുപ്പം തൊട്ട് തന്നെ? എനിക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലും കൃഷി. അതിന് നമ്മളും സിനിമ കാണാൻ പോകില്ല, അങ്ങനെ പരിപാടി ഒന്നുമില്ല. നമുക്ക് ആക്ടിവിറ്റി എന്ന കൃഷിയാണ്. അതേ സമയം നമ്മള് പ്രകൃതി ഇപ്പൊ സ്ഥലങ്ങൾ കാണാൻ പോകും. അതായത് അതിരമ്പള്ളി, വാഴച്ചാൽ. അല്ലാതെ ഇല്ലില്ല, ഒരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റി ഓൾസിട്ടല്ലേ പ്രശ്നം. അതവിടെ നമ്മള് തല കണ്ടില്ലേ, ഒരു തല. പിന്നെ മറ്റോടത്താണ് അവിടെ തൊഴുത്തിന്റെ അവിടെ ഒരു അറ്റം. അവിടെ വലിയ പൈപ്പ് വന്നൊക്കെ അവിടെ നോക്കി. ഇവിടെയൊക്കെ സ്പോഞ്ച് പോലെയാ മണ്ണ് സ്പോഞ്ച് പോലെയാ. ഇവിടെ ഒരു തെങ്ങ് നിൽക്കണ, അത് ഫോട്ടോ എടുക്കാൻ എന്തായാലും സംഭവം അല്ലേ. ഞങ്ങൾ അതിന്റെ തെങ്ങ് തൈ ഇനി വെക്കാൻ പോണതോ കണ്ടാ. കടച്ചക്കുണ്ട് കണ്ടാ. ഈ തെങ്ങ് കടച്ചക്ക് തരാം. ഈ തെങ്ങ് ഈ തെങ്ങ് മറ്റേ കായ്ഫലം നോക്കിയാ. ഇതിപ്പോ വിത്ത് താങ്കി കൊടുത്തുള്ളതാ. കരിക്കുണ്ട്, കാപ്പി ശരിയാക്കിണ്ട്, ഒക്കെ റെഡിയാക്കി തരാം. കഞ്ഞി വെച്ചിട്ടുണ്ട്, കരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട കഴിക്കാം. അത് പൊട്ടിക്കാം നമുക്ക്. ഇവിടെ അണ്ണ പൊട്ടിക്കും. അണ്ണനെ ഒക്കെ റെഡിയാക്കി. ചക്കിയുണ്ട് പിന്നെ ചക്കിയും തരാം. ഇത് നമ്മളെ ഈ ഇപ്പൊ പുതിയ തരം ഇതില്ലേ വയറാണ്. നമുക്ക് തന്നെ ഇത് പുതിയ ടൈപ്പ്. ഒന്നും പറ്റില്ല, ഇത് കിടക്കില്ല. നമ്മുടെ ഇതിന്റെ ചുറ്റും കെട്ടാനുള്ള പരിപാടി. ഫെൻസിങ്ങിന് നമുക്ക് തന്നെ ഞാൻ ചെയ്തത് ഇല്ല, അവരെ പൊക്കോളും. പാമ്പിനെ നമുക്ക് കൊല്ലേണ്ട ആവശ്യമില്ല. ഇതിപ്പോ 30 മീറ്ററിന് 7,800 രൂപ. ഇത് റാംബുട്ടാൻ നിറയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ 10-12 കൊല്ലം. ഇത് കുറവാണ്, അത് കൂടുതലായിട്ട് ഒരു 10 കൊല്ലമായിട്ടുണ്ട്. ഇതിലൊക്കെ ഗിനികളല്ലേ? ഗിനിയുണ്ട്, കരിങ്കോഴി ഉണ്ട്. ആ ഗിനിക്കോഴിയിൽ പറന്നു പോയി കഴിഞ്ഞാൽ കിട്ടില്ല.
ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം എങ്ങനെ ചെയ്തേക്കണം അങ്ങനെ കാണിക്കാന്ന് പറഞ്ഞു. പുഴയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാട്ടിൽ പോയിട്ടൊക്കെ മുട്ട അതെ അതെ മുട്ടിട്ട് ഞാൻ അത് എങ്ങനെ ആക്കിയേക്കണം. മാംഗോസ്റ്റിൻ നിറയണ്ടായിമ കണ്ടാ ഈ സമയത്ത് ഉണ്ടാവണം. വലിപ്പായി തുടങ്ങി വലിപ്പായി തുടങ്ങി. കേട്ടാ ഇതിനേക്കാളും വലിപ്പം വരും. ഈ വലിപ്പം വരും ഇവിടെ. വലിപ്പായി തുടങ്ങി കണ്ടാ മാങ്കോസ്റ്റ് വേഗം തന്നെ ഉണ്ടായില്ലേ. ഇവിടെ വേഗം ഉണ്ടാവും. ഇത് എത്ര കൊല്ലം പഴക്കമുള്ള ഇത് എത്ര കൊല്ലം ഇതിപ്പോ ഒരു 10 കൊല്ലം ഉണ്ടാവും. അത് പറഞ്ഞ വലുതുണ്ടല്ലോ. പഴുത്തുണ്ടാ അതായിണ്ട് നീ സരിതിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് ആയിണ്ട് പതുക്കെ പതുക്കെ കൊമ്പടി ആയിണ്ട്. ലോട്ടറി ലോട്ടറി ഇപ്രാവശ്യം ആദ്യത്തിനത് ആദ്യത്തെ മാങ്കോശി പിന്നെ അജയേട്ടന് കിട്ടാൻ അജിത്തേട്ടന് കിട്ടാൻ യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നോക്കിണ്ട് പക്ഷെ ശ്രദ്ധിച്ചില്ല. എത്ര ഭാഗ്യം ഞാൻ ഒരുവിധം പച്ചയാണെങ്കിലും ഞാൻ പയറ്റും. നിങ്ങള് വീട്ടുകാർക്ക് പൊട്ടിച്ചു കൊടുക്കും. ഇത് ഞങ്ങളെല്ലാ ഗ്രൂപ്പ് ഞായറാഴ്ച പൊട്ടിച്ചു കൊടുക്കും. പൊട്ടിക്കുന്നുട്ടാ പൊട്ടിച്ചു അങ്ങനെ എടുത്തോ. കഴിക്കുക ആദ്യം കഴിക്കുക. ഞാനിപ്പോ ഇവിടെ സ്ഥിരം കഴിച്ചോണ്ടിരിക്കുന്ന ആളല്ല. കഴിക്കും. ഓക്കെ താങ്ക് യു നിധി. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഒഴുകി ഇറങ്ങും. എന്താ ടേസ്റ്റ് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ആയ കാരണം. ഇതിപ്പോ ഇത്രയും അത്ര ഹൈറ്റ് ഒന്നുമില്ല പക്ഷെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ഇതില് മാംഗോസ്റ്റിനാണ്. ഒരു മാംഗോസ്റ്റിന്റെ തോട്ടാക്കാന്നുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല മാംഗോസ്റ്റിനും റാംബൂട്ടാനും മാംഗോസ്റ്റിന് വില കിട്ടും. വിലയില്ലെങ്കിൽ നമുക്ക് കഴിക്കാലോ നല്ല സാധനം വില കിട്ടില്ലൊക്കെ. അപ്പൊ നമ്മള് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇവിടെ ഫാമിൽ നോക്കണ ഒരാളുണ്ട് മെയിനായിട്ട്. ഫാമിന്റെ ജീവനായിട്ടുള്ള ജീവൻ. പേര് ജീവൻ എന്നാണ്. എവിടെ വീട്? ഇവിടെ തൊട്ടടുത്ത് തന്നെ. ആൾക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യം. ഭയങ്കര കൃഷി ഇത് മാത്രല്ല പശുക്കിന് തന്നെ അത്ര ഇഷ്ടം താല്പര്യമാണ്. ഡോക്ടറൊന്നും വേണ്ട. ഡോക്ടറൊന്നും വേണ്ട. ഞങ്ങൾ ഡോക്ടർ ഈ ജീവൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. അത്രയും ചെറുപ്പത്തിൽ തന്നെ അതിനോട് താല്പര്യമുള്ള ഒരാളാണ്. ഇനി നമ്മളിവിടെ കുറച്ച് മൊയിലുകൾ വളർത്തേണ്ടത്. മൊയിലുകൾ ഇത് നമ്മുടെ ജൂലിയസ് അച്ഛൻ തന്താ അമല ഹോസ്പിറ്റലില് ഇവിടെ ഉണ്ടായിരുന്ന മൊയിലുകള് ഈ കുറുക്കം പിടിച്ചതാണ്. പെട്ടെന്ന് ഇവിടുത്തെ ഒരു നായ ചത്തപ്പോ ഒരു വലിയ നായ ഉണ്ടായിരുന്നു. ഒരു കുറുക്കന്മാര് കയറി വന്നു. അങ്ങനെ പോയതാ. ഇനി നമുക്ക് ഇവരുടെ ഉൽപ്പന്നങ്ങളൊന്ന് കാണാം. മറ്റേ അരിയും ബന്ധവെളിച്ചെണ്ണ കാണാം. അപ്പോൾ ഇവരെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള സാധനമാണ് രക്തശാലി അരിട്ടാ. ഇത് പച്ചക്ക് കുത്തിയിട്ടുള്ള ഇത് തോറും ഇതിന്റെ കളർ കൂടി അല്ല ഈ കളർ കൂടുതലല്ല. ഈ സംഭവം ഇങ്ങനെ പച്ചക്ക് കുത്തുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. മറ്റേത് പുഴുങ്ങുമ്പോൾ അതിന്റെ കുറച്ച് പോവും. അപ്പൊ 2 രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പുഴുങ്ങി കുത്തുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലം ഇട് നിൽക്കും. പക്ഷെ ഈ പച്ചക്ക് കുത്തുമ്പോൾ നമുക്കൊരു 45 ദിവസത്തിന് പറ്റാം. അതിനും കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ അതിൽ കരിയാമ്പ് ഇടണം. അതേപോലെ തന്നെ അതിൽ കരിയാമ്പ് പൊടിച്ചിട്ടല്ല ഇടേണ്ടത്. നമുക്ക് കരിയാമ്പ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അത് അതേപോലെ തന്നെ ഇടുക. അതുപോലെ വറ്റൽമുളക് ഒരു 100 ഗ്രാമൊക്കെ പൊടിക്കാതെ നീളത്തിൽ തന്നെ അതിലിടുക. അപ്പോൾ അങ്ങനെ കേടുവരില്ല കുത്തൽ. ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിങ്ങിൽ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ 45 ദിവസം പച്ചക്ക് കുത്തി. അതേസമയം ഇത് നമ്മൾ 200 രൂപയ്ക്ക് കൊടുക്കുന്നത്. 200 രൂപ കിലോന്റെ ബാഗിന്. ഇത് രക്തശാലിയുടെ അതന്നെ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത് 1 കിലോയ്ക്ക്. പിന്നെ അതുപോലെയുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മുടെ കൃഷി കൂട്ടായ്മയാണ്, ജിയോ കൃഷി കൂട്ടായ്മയുടെ ഉൽപ്പന്നങ്ങളാട്ടത്. ഇതിൽ നമ്മൾ ഇത് 100% തവിട് കളയാതെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് പുഴുക്കൽ, അതായത് 2 ഡബിൾ പുഴുക്ക് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ ഒരു 6 മാസം വരെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മളിതിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല ഈ പുഴുക്കലിനൊന്നിനും. അതുകൊണ്ട് നമ്മളിതിൽ കരിയാമ്പൂവോ അല്ലെങ്കിൽ വറ്റൽമുളകോ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ കുത്തൽ വരില്ല. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. ഈ പ്രോസസ്സിംഗ് അടക്കം നമ്മൾ വേറെ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല. അല്ല, നമുക്ക് വേറെ ഉപയോഗിക്കാം. കഞ്ഞി കുടിക്കാനും പറ്റും, ഇത് ചോറ് വയ്ക്കാനും പറ്റും. ഞാൻ രണ്ടായിട്ട് ഉപയോഗിക്കാം. കഞ്ഞി കുടിക്കുകയും ചെയ്യുന്നുണ്ട്, പലഹാരം ഉണ്ടാക്കുകയും ചെയ്യാം, കഞ്ഞി വയ്ക്കുകയും ചെയ്യാം. കഞ്ഞി വയ്ക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ്. അത് ഇത് 80 രൂപയാണ് കേട്ടോ 1 കിലോന് കൊടുക്കുന്നത്. ഉമ്മ കുത്തരി 100% തവിട്. പിന്നെയുള്ളത് നമ്മുടെ ഈ തോട്ടത്തിലത്തെ തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന. അപ്പൊ ഇത് ഒരു 100 ഗ്രാമിന് 100 മില്ലിക്ക് 100 രൂപ. 200 മില്ലിക്ക് 200 രൂപ. നമ്മൾ 500 വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ പോകുന്നത് 200 മില്ലി വരെയാണ്.
അപ്പോൾ ഈ 3 ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇവിടെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പർ തരാം. അതിൽ ഈ ചേട്ടന്റെ നമ്പറാണ്. അപ്പോൾ അതിൽ വിളിക്കാൻ പാടില്ല, നിങ്ങൾ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യാ. ഫോൺ നമ്പർ, അഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ എന്താണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഈ പാർസൽ ചാർജ് കൊടുക്കണം കേട്ടോ. കൊടുക്കേണ്ടി വരും. ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് വന്ന് വാങ്ങിക്കാം. ലൊക്കേഷനൊക്കെ ഇടും. ലൊക്കേഷൻ ഇട്ട് തരാം. അപ്പോൾ ഞാൻ നീങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം വിജയിച്ച് ഉഷാറാവട്ടെ. താങ്ക് യു. ശരി.